ഹലോ എവ്രി വൺ. നമ്മുടെ ജി കെ സീരീസിലെ അടുത്തൊരു ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റ് തന്നെയാണ് ഇപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് അല്ലേ, മോഡേൺ ഹിസ്റ്ററി. അതിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് 1857 റിവോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 1857 റിവോൾട്ടിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ, 1857 റിവോൾട്ടിന്റെ കാരണങ്ങൾ, അതിന്റെ റിസൾട്ട് ഒക്കെ നോക്കുന്നതിന് മുന്നേ, 1857 റിവോൾട്ടിന് മുന്നേ ഒരുപാട് ചെറിയ ചെറിയ റിവോൾട്ടുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സമരങ്ങൾ കാര്യങ്ങളൊക്കെ ഇന്ത്യയിലെ ഡിഫറെന്റ് പാർട്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മൾ എന്തിലേക്ക് കടക്കുക, 1857 റിവോൾട്ടിലേക്ക് കടക്കുന്നുണ്ടാവുക കേട്ടോ. സോ പ്രൊസീഡിങ് റിബേലിയൻസ് ആൻഡ് അപ്രൈസിംഗ്സ് ബിഫോർ 1857 റിവോൾട്ട്, ഒരുപാട് റിവോൾട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട റിവോൾട്ട് ആണ് നമ്മൾ സന്താൾ റിബേലിയൻ. ഓക്കെ, സോ ഇവിടെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്നുള്ളത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മൈൻഡ് മാപ്പും നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സോ സന്താൾ റിബേലിയൻ എവിടെയാണ് നടന്നത്, എപ്പോഴാണ് നടന്നത്, അതിന്റെ ലീഡേഴ്സ് ആരായിരുന്നു, ഏതാണ് ഏത് സ്പെസിഫിക് ഏരിയയിലാണ് ഈ ഒരു പെർട്ടിക്കുലർ അപ്രൈസിംഗ് നടന്നത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. സന്താൾ റിബേലിയൻ ആണെങ്കിൽ 1855 രാജ്മഹൽ ഹിൽസ് ഏരിയയിലാണ് നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിന്റെ ലീഡേഴ്സ് ആണ് സിദ്ധു ആൻഡ് കൻഹു മുർമു. ഈ രണ്ടു പേരാണ് നമ്മുടെ സന്താൾ റിബേലിയന്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഏത് ഏരിയയിലാണ് നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു രാജ്മഹൽ ഏരിയയില് ദംനി കോൾ എന്ന് പറയുന്ന ദംനി കോൾ ഏരിയ. ഓക്കെ, സോ ഇവിടെയാണ് ഈ ഒരു പെർട്ടിക്കുലർ സന്താൾ റിബേലിയൻ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി വേറൊരു പ്രധാനപ്പെട്ട റിവോൾട്ട് ആണ് ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്നത്. ഇൻഡിഗോ റിവോൾട്ട് 1859 വെസ്റ്റ് ബംഗാളിലെ നാദിയ എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത് കേട്ടോ, ഇൻഡിഗോ റിവോൾട്ട്. സോ ഇതിന്റെ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു, ദിഗംബർ ആൻഡ് വിഷ്ണു വിശ്വാസ്. ദിഗംബർ ആൻഡ് വിഷ്ണു വിശ്വാസ് എന്ന് പറയുന്ന രണ്ടു പേരായിരുന്നു ഈ പറയുന്ന ഇൻഡിഗോ റിവോൾട്ടിന്റെ ലീഡേഴ്സ്. ഈ ഒരു ഇൻഡിഗോ റിവോൾട്ടുമായിട്ട് ബേസ് ചെയ്ത് ദീനബന്ധു മിത്ര എന്ന് പറയുന്ന ഒരു വ്യക്തി നീൽ ദർപ്പൺ എന്ന് പറയുന്ന ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. സോ നീൽ ദർപ്പൺ എഴുതിയ ആളുടെ പേര് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അത് ഏത് റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇൻഡിഗോ റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇൻഡിഗോ റിവോൾട്ട് 1859 വെസ്റ്റ് ബംഗാൾ റീജിയനിലെ നാദിയ എന്ന് പറയുന്ന സ്ഥലത്ത്, ആ ഡിസ്ട്രിക്റ്റിൽ നടന്നതാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട അപ്രൈസിംഗ് ആയിരുന്നു ഹോ ആൻഡ് മുണ്ട അപ്രൈസിംഗ്. ഈ ഹോ ആൻഡ് മുണ്ട അപ്രൈസിംഗിന്റെ ലീഡർ എന്ന് പറയുന്നത് ബിർസ മുണ്ടയാണ്. സോ ഇത് ജാർഖണ്ഡ് റീജിയനിലാണ് കേട്ടോ, ജാർഖണ്ഡ് റീജിയനില്. എപ്പോഴാണ് അത് നടന്നത്, 1899 റാഞ്ചി ആൻഡ് സിംഗ്ഭൂം. റാഞ്ചിയും സിംഗ്ഭൂമും ഇന്നത്തെ നമ്മുടെ പ്രസന്റ് ഡേ ജാർഖണ്ഡിൽ വരുന്ന പ്രദേശങ്ങളാണ്. ഹോ ആൻഡ് മുണ്ട അപ്രൈസിംഗ് നടന്നത് കേട്ടോ. ബിർസ മുണ്ടയായിരുന്നു ലീഡർ. സോ ഈ ഒരു റിവോൾട്ട് നടന്നത് എന്തിനായിരുന്നു, റിവോൾട്ടിങ് എഗെയിൻസ്റ്റ് ഡിക്കൂസ്. ഡിക്കൂസ് എന്ന് പറയുന്നത് ആരാണ്, ഔട്ട്സൈഡേഴ്സ് ആണ്. സോ ഔട്ട്സൈഡേഴ്സ് തങ്ങളുടെ ഏരിയയിലേക്ക് അതിക്രമിച്ച് കയറുകയും അവരുടെ റൈറ്റ്സ്, അവരുടെ കൾച്ചറിലൊക്കെ മാറ്റങ്ങൾ വരികയും ബ്രിട്ടീഷേഴ്സ് എന്ന് പറയുന്നത് ആരാണ്, ഔട്ട്സൈഡേഴ്സ് ആണ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരികയൊക്കെ ചെയ്തപ്പോൾ അവരതിനെ എഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്തു ഇൻ ദ ഫോം ഓഫ് ഹോ ആൻഡ് മുണ്ട അപ്രൈസിംഗ്. ഓക്കെ, ഇനി അത് കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു ട്രൈബൽസ്, ഇവരെല്ലാവരും ട്രൈബൽസ് ആണ്. ഇവര് ഒരു പെർട്ടിക്കുലർ സിസ്റ്റം ഓഫ് കളക്റ്റീവ് ഓണർഷിപ്പ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ പേരാണ് കുന്ദ് കാട്ടി സിസ്റ്റം. സോ ഈ കുന്ദ് കാട്ടി സിസ്റ്റം ആരാണ് പ്രാക്ടീസ് ചെയ്തത്, ഹോ ആൻഡ് മുണ്ട ട്രൈബ്സ്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിനെ ഡിസ്കാർഡ് ചെയ്യുന്ന തരത്തിലുള്ള അപ്രോച്ചസ് ബ്രിട്ടീഷുകാർ ആ റീജിയനിൽ വന്നിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, വിച്ച് ഓൾസോ ലെഡ് ടു ദിസ് പെർട്ടിക്കുലർ ഹോ ആൻഡ് മുണ്ട അപ്രൈസിംഗ്. ഇനി അടുത്തൊരു അപ്രൈസിംഗ് ആണ് മോപ്ല അപ്രൈസിംഗ്, ഹാപ്പൻ ഇൻ ദ മലബാർ റീജിയൻ ഓഫ് കേരള. നിങ്ങൾ ഈ ഒരു മാപ്പിള റിബേലിയനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അത് ഈ ഒരു ടൈമിലായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. നമ്മുടെ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ സമയത്ത് 1920കളിലൊക്കെ നടന്ന ആ ഒരു മോപ്ല റിബേലിയനെ കുറിച്ചിട്ടായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. പക്ഷെ ഈ ഒരു സമയത്തും 1836 നമുക്കൊരു മോപ്ല റിബേലിയൻ ഉണ്ടാവുന്നുണ്ട്. എവിടെയാണ് ഉണ്ടാവുന്നത്, മലബാർ റീജിയനിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതിന്റെ ലീഡർ അല്ല ഇത്. കോൾ മ്യൂട്ടിനി നടക്കുന്നത് 1831 കോൾ മ്യൂട്ടിനി നടക്കുന്നത്. ഇതിന്റെ ലീഡർ ആണ് ബുദ്ധോ ഭഗത്. സോ ബുദ്ധോ ഭഗത് വാസ് ദ ലീഡർ ഓഫ് കോൾ മ്യൂട്ടിനി. കോൾ മ്യൂട്ടിനി നടക്കുന്നത് 1831. സോ നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ എന്താണ്, പെസന്റ് ഓർ ട്രൈബൽ മൂവ്മെന്റ്സ് ആണ് കേട്ടോ, പെസന്റ് ആൻഡ് ട്രൈബൽ മൂവ്മെന്റ്സ്.
ഇനി വേറെ കുറച്ച് പെസന്റ് ആൻഡ് ട്രൈബൽ മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നു ഇൻ ദ ഫോം ഓഫ് സന്യാസി റിവോൾട്ട്. സന്യാസി റിവോൾട്ട് എഗെയിൻ 1764 ബീഹാർ ആൻഡ് ബംഗാൾ റീജിയനിൽ നടന്നതാണ് സന്യാസി റിവോൾട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിരുന്നു മജ്നു ഷാ, ഭവാനി പഥക്, ദേവി ചൗധരാണി. അപ്പോ ഈ ഒരു സന്യാസി റിവോൾട്ട് നമ്മൾ പറഞ്ഞു ഏത് ടൈമിലാണ് എവിടെയാണ് നടന്നതെന്നൊക്കെ. ഈ ഒരു സന്യാസി റിവോൾട്ടിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ സന്യാസി റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന കൃതി ഉണ്ട്. ഓക്കെ, ആ പ്രധാന കൃതി നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ്. അത് ഏതാണ്, ആ ഒരു കൃതി ഏതാണ്, അത് എഴുതിയത് ആരാണെന്നുള്ളത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഒന്ന് പറയാട്ടോ. ഈ സന്യാസി റിവോൾട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ട ഒരു കൃതിയുണ്ട്, അത് എഴുതിയ ആളും ഭയങ്കര ഫേമസ് ആണ്, ആ കൃതിയും എഴുതിയ ആളും ഭയങ്കര ഫേമസ് ആണ്. അത് എന്തുകൊണ്ടാണ്, അത് ഏത് കൃതിയാണെന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഒന്ന് പറയാം. ഓക്കെ, അടുത്ത ഒരു റിവോൾട്ട് ആണ് അല്ലെങ്കിൽ ഒരു റിബേലിയൻ ആണ് പൈക്ക റിബേലിയൻ. പൈക്ക റിബേലിയൻ നടന്നത് 1817 ഒഡീഷ റീജിയനിലാണ്. ഇതിന്റെ ലീഡർ എന്ന് പറയുന്നത് ബക്ഷി ജഗംബന്ധു വിദ്യാധർ. സോ ബക്ഷി ജഗംബന്ധു വിദ്യാധർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒഡീഷയിൽ നടന്നൊരു റിബേലിയൻ ആണ് പൈക്ക റിബേലിയൻ 1817. സോ ഈ ഒരു എന്ന് പറയുന്നത് ഒരു പൈക്ക റിബേലിയൻ നടത്തി അല്ലെങ്കിൽ ഈ ബക്ഷി ജഗംബന്ധു വിദ്യാധർ എന്ന് പറയുന്ന വ്യക്തി കുർദ കിങ്ഡത്തിന്റെ ഒരു മിലിറ്ററി കമാൻഡർ ആയിരുന്നു. അപ്പൊ ഈ കുർദ കിങ്ഡത്തിനെ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ വീക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഒരുപാട് പോളിസീസ് ബ്രിട്ടീഷുകാർ അഡോപ്റ്റ് ചെയ്ത സമയത്താണ് അതിന്റെ മിലിറ്ററി കമാൻഡർ ആയിരുന്ന ഈ ഒരു വ്യക്തി പൈക്ക റിബേലിയന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ കുർദ കിങ്ഡം ഒഡീഷയിൽ വരുന്ന കിങ്ഡം ആണ്. അടുത്തത് എന്താണ്? അഹോം റിവോൾട്ട് ആണ്. അഹോം റിവോൾട്ട് എന്ന് പറയുന്നത് ആസാമിലാണ് നടന്നത്. സമയം എപ്പോഴാണ് നടന്നത്? 1828. അതിന്റെ ലീഡർ ആണ് ഗോംധാർ കുൻവർ. സോ ഗോംധാർ കുൻവർ ഈസ് അസോസിയേറ്റഡ് വിത്ത് എന്താണ്? നമ്മുടെ അഹോം റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് NTPC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഈ അഹോം റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ 1857 റിവോൾട്ട്, അതുപോലെ തന്നെ പ്രിക്കേഴ്സർ റിബേലിയൻസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് SSC, UPSC, PSC ഇങ്ങനെയുള്ള എല്ലാ എക്സാംസിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആസ് എ ഡോക്യുമെന്റ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ മൈൻഡ് മാപ്പ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഏത് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ, ഇപ്പോൾ UPSC മുതൽ തുടങ്ങി എല്ലാ എക്സാംസിന്റെയും ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അടുത്തതാണ് പാഗൾ പന്തീസ് കേട്ടോ. പാഗൾ പന്തീസ് എന്ന് പറയുന്ന ഈ ഒരു സമരം നമുക്ക് നടന്നത് 1836 എഗെയിൻ അത് ബംഗാൾ റീജിയനിലാണ് നടന്നത്. കരം ഷാ ആൻഡ് ടിപ്പു ഷാ. ഓക്കെ, കരം ഷാ ആൻഡ് ടിപ്പു ഷാ എന്ന് പറയുന്ന രണ്ടാളുകളാണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന 1857 റിവോൾട്ടിന്റെ മുന്നേ നടന്ന കുറെ അധികം സമരങ്ങൾ. അപ്പൊ ഇതെല്ലാം എങ്ങനത്തെ ഉള്ള സമരങ്ങളായിരുന്നു? ഭയങ്കര ലോക്കലൈസ്ഡ് ആയിരുന്നു, ഒരു സെൻട്രൽ അതോറിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് വീക്ക്നെസ്സുകൾ ഈ പറയുന്ന അപ്രൈസിങ്സിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മൾ കാണുന്ന ഒരു അവസ്ഥയാണ് 1857 റിവോൾട്ട്. ഈ 1857 റിവോൾട്ടിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പൊളിറ്റിക്കൽ കോസസ് ആണെങ്കിലും എക്കണോമിക് കോസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് കാരണങ്ങളും ഒരു ഇമ്മീഡിയറ്റ് കോസും ഈ പറയുന്ന റിവോൾട്ടിന് ഉണ്ടാവുന്നുണ്ട്. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് 1857 റിവോൾട്ടിന്റെ കോസസ് എന്ന് പറയുന്നത്? പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കോസിലെ ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്. ഈ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന ഒരു പോളിസി പ്രകാരം ബ്രിട്ടീഷേഴ്സ് ഒരുപാട് ഏരിയാസ് അനക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ 1848 സതാര അനക്സ് ചെയ്തു, 1849 സാംബാൽപൂർ, അതുപോലെ തന്നെ ജയ്പൂർ അനക്സ് ചെയ്തു, 1854 ഝാൻസി ഇത് ചെയ്തു, എന്താണ് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് വഴി അനക്സ് ചെയ്തു. സോ ഇത്തരത്തില് ഒരുപാട് ഏരിയാസ് ഇങ്ങനെ അനക്സ് ചെയ്യുന്ന വഴി ആൾക്കാരുടെ ഇടയിൽ ഒരു ഡിസ്കണ്ടന്റ് ഉണ്ടാവുന്നുണ്ട്. അത് കൂടാതെ ഡയറക്ട്ലി വേറെ കുറെ ഏരിയാസും അനക്സ് ചെയ്യുന്നുണ്ട്. സോ ഈ ടെറിട്ടറീസ് ഇങ്ങനെ ബ്രിട്ടീഷുകാർ ഇങ്ങനെ അവരിലോട്ട് ചേർത്ത് കൊണ്ടുവരുവാണ്, അനക്സ് ചെയ്ത് കൊണ്ടുവരുവാണ്. ഇവിടുത്തെ ആളുകൾക്ക് അവരുടെ ഓട്ടോണമി, എല്ലാ കാര്യങ്ങളും, റൈറ്റ്സ് ഒക്കെ നഷ്ടപ്പെടുവാണ്. സോ വിച്ച് വാസ് ദ മെയിൻ വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഫോർ ദ റിവോൾട്ട്, വൺ ഓഫ് ദ മെയിൻ ബേസിക് റീസൺസ് ഫോർ ദ റിവോൾട്ട്. ഡയറക്റ്റ് അനക്സേഷനും ഈ ബ്രിട്ടീഷുകാർ ചെയ്യുന്നുണ്ട്. അങ്ങനെ
അവധ് എന്ന് പറയുന്ന ഒരു റീജിയനെ 1856 ബ്രിട്ടീഷുകാരെ ഡയറക്റ്റ് ആയിട്ട് അനക്സ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ഓൾസോ എന്താണ് ഈ അനക്സേഷന്റെ പാർട്ടാണ്. ഇങ്ങനെ ഒരുപാട് ഏരിയാസ് ഡിഫറെന്റ് പോളിസീസ് വഴി, ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് ആയിക്കോട്ടെ, അതുകൂടാതെ തന്നെ സബ്സിഡറി അലയൻസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഒരുപാട് പോളിസീസ് വഴി ഇവർ അനക്സ് ചെയ്യുവാണ്. അടുത്തൊരു റീസൺ ആണ് എക്കണോമിക് ആൻഡ് ലാൻഡ് റവന്യൂ പോളിസീസ്. സോ എക്കണോമിക് ആൻഡ് ലാൻഡ് റവന്യൂ പോളിസീസ് എന്ന് പറയുമ്പോൾ ഈ ബ്രിട്ടീഷേഴ്സ് കുറെ ലാൻഡ് റിഫോം സിസ്റ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരുകളാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പെർമനന്റ് സെറ്റിൽമെന്റ്, റയത്ത് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം. സോ ലാൻഡ് റവന്യൂ കളക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 3 ഡിഫറെന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം ഇവർ കൊണ്ടുവരുന്നുണ്ട് പല ഏരിയാസിലായിട്ട്. ചില ഏരിയാസിൽ പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആണ്, ചില ഏരിയാസിൽ റയത്ത് വാരി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആണ്, ചില ഏരിയാസിൽ മഹൽവാരി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആണ്. എന്താണ് ഈ പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ജമീന്ദാരി സിസ്റ്റം? പെർമനന്റ് സെറ്റിൽമെന്റിന് നമ്മൾ ജമീന്ദാരി സിസ്റ്റം എന്നും കൂടെ പറയുന്നുണ്ട്. ഇത് ബംഗാൾ, ബീഹാർ, UP ആൻഡ് മധ്യപ്രദേശ് റീജിയനിലാണ് ഇംപ്ലിമെന്റ് ചെയ്തത്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നമുക്ക്. സോ പെർമനന്റ് സെറ്റിൽമെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത റീജിയൻസ് എന്ന് പറയുന്നത് ബംഗാൾ, ബീഹാർ, UP ആൻഡ് MP റീജിയനിലാണ്. 1793 ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയത്. ലോർഡ് കോൺവാലിസ് ആണ് ഇതിന്റെ പിതാവ് എന്ന് പറയുന്നത്, ലോർഡ് കോൺവാലിസ്. സോ പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ജമീന്ദാരി എന്ന് പറയുമ്പോൾ ഈ ജമീന്ദാർസ് എന്ത് ചെയ്യും, നമ്മുടെ പെസൻസിന്റെ കയ്യിന്ന് റവന്യൂ കളക്ട് ചെയ്തിട്ട് ബ്രിട്ടീഷേഴ്സിന് കൊടുക്കും. സോ ജമീന്ദാർസ് ഒരു നടുക്ക് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരുന്നു പെർമനന്റ് സെറ്റിൽമെന്റ്. ഇനി റയറ്റ് വാരി എന്ന് പറയുമ്പം റയറ്റ്സിന്റെ കയ്യിൽ നിന്ന് തന്നെ ഡയറക്ട്ലി കളക്ട് ചെയ്യുമായിരുന്നു. റയറ്റ്സ് എന്ന് പറഞ്ഞാൽ പെസൻസ് ആണ്. സോ ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യുമായിരുന്നു, ഈ പെസൻസിന്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ ലാൻഡ് റവന്യൂ കളക്ട് ചെയ്യുമായിരുന്നു. അതാണ് റയറ്റ് വാരി സിസ്റ്റം. അതാണെങ്കിൽ 1820 സ്റ്റാർട്ട് ചെയ്തത്. അത് പ്രധാനമായിട്ടും നമുക്ക് സൗത്ത് ഇന്ത്യയിലാണ് കാണാൻ പറ്റുക, എസ്പെഷ്യലി മദ്രാസ് റീജിയനിലൊക്കെയാണ് നമുക്ക് റയത്ത് വാരി സിസ്റ്റം കാണുന്നത്. ഇത് ഇംപ്ലിമെന്റ് ചെയ്ത വ്യക്തികളാണ് മൺറോ ആൻഡ് റീഡ്. അപ്പൊ ഇത് മറക്കരുത് കേട്ടോ. നമുക്ക് പെർമനന്റ് സെറ്റിൽമെന്റ് തുടങ്ങിയ വ്യക്തി ആരാണ്? കോൺവാലീസ് ആണെങ്കിൽ റയത്ത് വാരി മൺറോയും റീഡും ആണ്. അത് സൗത്ത് ഇന്ത്യൻ റീജിയനിലാണ് ഇംപ്ലിമെന്റ് ചെയ്തത്. ഇനി മഹൽവാരി സിസ്റ്റത്തിൽ നോക്കുവാണെങ്കിൽ മഹൽവാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1822 അത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. വില്യം ബെൻഡിക് പഞ്ചാബ് റീജിയനിൽ, അതുപോലെ തന്നെ ഹോൾട്ട് മെക്കൻസി ഇൻ നോർത്ത് വെസ്റ്റേൺ ബംഗാൾ റീജിയനിൽ, ഇത്രയും സ്ഥലങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നോർത്ത് വെസ്റ്റിലൊക്കെ. അപ്പൊ ഇവിടെ നമുക്ക് വില്ലേജിന് ഒരു ഹെഡ് ഉണ്ടാവും. ആ വില്ലേജിനെ ഹെഡിന്ന് അതിനെ ഒരു ഇന്റർമീഡിയറ്റ് ആക്കി നിർത്തിയിട്ടാണ് ബ്രിട്ടീഷേഴ്സ് അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മഹൽവാരി സിസ്റ്റം. പിന്നെ അതുപോലെ തന്നെ മിലിറ്ററി ഗ്രിവൻസസ് ഒരു റീസൺ ആയിരുന്നു. കാരണം മിലിറ്ററി അപ്പോയിന്റ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബ്രിട്ടീഷേഴ്സിനും ഇന്ത്യക്കാരെയും തമ്മിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുമായിരുന്നു. അതൊരു റീസൺ ആണ്. അതുകൂടാതെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതും വൺ ഓഫ് ദ റീസൺസ് ആയിരുന്നു നമ്മുടെ 1857 റിവോൾട്ടിന് വേണ്ടിയിട്ട്. അതുകൂടാതെ റിലീജിയനിലും നമ്മുടെ കൾച്ചറിലും ഒക്കെ ബ്രിട്ടീഷേഴ്സ് ഇന്റർഫിയർ ചെയ്യുമായിരുന്നു. ഫോർ എക്സാമ്പിൾ എന്താണ്, അബോളിഷൻ ഓഫ് സതി, ഇങ്ങനെയൊക്കെ പറയുന്ന എന്താണ്, ഓൾദോ ദാറ്റ് വാസ് എ പ്രോഗ്രസീവ് മെഷർ, അത് ആളുകളുടെ റിലീജിയനിൽ ഇന്റർഫിയർ ചെയ്യുന്നതായിട്ട് അവർ കണക്കാക്കി. സോ ബ്രിട്ടീഷുകാർ ഇത്തരത്തിലുള്ള ഇന്റർഫറൻസ് കൾച്ചറിലും റിലീജിയനിലും ഒക്കെ കാണിച്ചപ്പോൾ അത് ഇവിടുന്ന് എതിർപ്പുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല ഒരു ഡയറക്റ്റ് കോസ് എന്ന് പറയുന്നത്, ഒരു ഇമ്മീഡിയറ്റ് കോസ്. ഈ കോസസ് ഒക്കെ എന്താണ്, ഇങ്ങനെ കുറെ നാളുകളായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ there was an immediate cause for the revolt. അതാണ് the use of greased cartridge using pork and beef. ഓക്കെ, അപ്പൊ ഈ മിലിറ്ററിയിൽ യൂസ് ചെയ്യുന്ന കാഡ്രിഡ്ജില് ആ ഗ്രീസ്ഡ് കാഡ്രിഡ്ജ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. എൻഫീൽഡ് റൈഫിളില് യൂസ് ചെയ്യുന്ന കാഡ്രിഡ്ജ് ഗ്രീസ്ഡ് കാഡ്രിഡ്ജ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതിൽ ആ ഗ്രീസ് എന്ന് പറയുന്നത് ഈ പോർക്കിന്റെയും ബീഫിന്റെയും ആയിരുന്നു. അപ്പൊ ഇതൊരു റിലീജിയന്റെ സെന്റിമെന്റ്സിനും കൂടി ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്, ഇപ്പം കൗ എന്ന് പറയുന്നത് നമുക്ക് ഹിന്ദുയിസത്തിലെ ആളുകൾ ഭയങ്കര പവിത്രമായിട്ട് കാണപ്പെടുന്ന ഒരു ആനിമൽ ആണ്. പോർക്ക് എന്ന് പറയുമ്പം ഇസ്ലാമില് നിശ്ചിതമായിട്ട്
ആയിട്ടുള്ള ഒരു ആനിമൽ ആണ്. സോ ഇത് ഈ രണ്ട് റിലീജിയനെയും തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ രണ്ട് റിലീജിയസ് സെന്റിമെന്റ്സിനെയും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കൊണ്ടുവന്ന ഒരു കാര്യമായിരുന്നു അത്. സോ ഗ്രീസ്ഡ് കാഡ്രിഡ്ജ്, ഓക്കെ, ഗ്രീസ്ഡ് കാഡ്രിഡ്ജ് ഓഫ് യൂസിങ് പോർക്ക് ആൻഡ് ബീഫ്, ഇതാണ് എവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചത്? ഈ എൻഫീൽഡ് റൈഫിളിൽ ഡിഫറെന്റ് മിലിറ്ററി കന്റോൺമെന്റ്സിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അത് എന്തായിരുന്നു? ഒരു ഇമ്മീഡിയറ്റ് കോസ് ആയിരുന്നു ഈ ഒരു റിവോൾട്ടിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഡിഫറെന്റ് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ ഫൈനലി മെയ് 10, 1857 ഈ റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്, റിവോൾട്ട് ഓഫ് 1857. അതില് ഈ റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ 8th ഏപ്രിലില് 34th നേറ്റീവ് ഇൻഫൻട്രിയിലെ സോൾജർ ആയിരുന്ന മംഗൽ പാണ്ഡെയെ ഹാങ് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തില് ഈ ഒരു ഗ്രീസ്ഡ് കാഡ്രിഡ്ജ്, പോർക്കിന്റെയും ബീഫിന്റെയും ഉള്ള, കൗവിന്റെയും ഇതുള്ള കാഡ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് വഴി ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സ് അല്ലെങ്കിൽ എഫേർട്സ് പല ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. സോ മംഗൽ പാണ്ഡെ ഏപ്രിൽ 8 ഇത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന് ഹാങ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല പല പല സ്ഥലങ്ങളിൽ 24th ഏപ്രിലില് തേർഡ് നേറ്റീവ് കവാലറി റെഫ്യൂസ് യൂസ് ദ കാഡ്രിഡ്ജ്, ഇങ്ങനെ തേർഡ് നേറ്റീവ് കവാലറി, 19th നേറ്റീവ് കവാലറി, ഇങ്ങനെയുള്ള പലരും ഈ പറയുന്ന ഗ്രീസ്ഡ് കാഡ്രിഡ്ജിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഈ റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പല പല സ്ഥലങ്ങളില് പല പല ലീഡേഴ്സ് ആണ് ഈ റിവോൾട്ടിന് ഉണ്ടാവുന്നത്. ഡൽഹിയിലാണെങ്കിൽ ബഹദൂർ ഷാ സഫർ ആയിരുന്നു ഇതിന്റെ ലീഡർ. ഇതിന്റെ ആക്ച്വൽ റൂളർ ആയിട്ട് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ജനറൽ ഭക്ത് ഖാൻ ആയിരുന്നു. ഓക്കെ, ഈ ഒരു ബഹദൂർ ഷാ സഫർ ഹി വാസ് എന്താണ്, ഒരു സിംബോളിക് ഹെഡ് ആയിരുന്നു മൂവ്മെന്റിന്റെ. ആക്ച്വലി അവിടെ ഒരു ലീഡർഷിപ്പ് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ഭക്ത് ഖാൻ ആണ്. ഡൽഹിയില് അപ്പോ നമ്മൾ പറഞ്ഞു. ഇനി ലക്നൌവിലാണെങ്കിൽ ബീഗം ഹസ്രത് മഹലാണ്, കാൺപൂര് നാനാ സാഹിബ് താന്തിയ തോപ്പി, ഝാൻസിയില് റാണി ലക്ഷ്മിബായി, ബീഹാറില് കുൻവർ സിംഗ്, ബാരിയലിയില് ഖാൻ ബഹാദൂർ ഖാൻ, ഫൈസാബാദിലാണെങ്കിൽ മൗലവി അഹമ്മദുള്ള, ഇത്രയും പേരാണ് ലീഡേഴ്സ് ഉണ്ടായിരുന്നത്. പക്ഷെ ഒരുപാട് ബ്രിട്ടീഷ് കമാൻഡേഴ്സ് ഉണ്ടായിരുന്നു ഈ മൂവ്മെന്റിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതിനെ സപ്രസ് ചെയ്യാൻ വന്ന കീ ഫിഗേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഡൽഹിയില് ഈ ഒരു മൂവ്മെന്റ് സപ്രസ് ചെയ്യാൻ ശ്രമിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു ബ്രിട്ടീഷ് കമാൻഡർ എന്ന് പറയുന്നത് ജോൺ നിക്കൾസൺ ആണ്. ലക്നൌവിലാണെങ്കിൽ കോളിൻ ക്യാമ്പൽ, ഝാൻസിയില് ഹഗ്രോസ്, പിന്നെ ഹെൻറി ലോറൻസ്. ഇൻ ലക്നൌവിലൊക്കെ ഹെൻറി ലോറൻസ് വാസ് ഓൾസോ ദെയർ ടു സപ്രസ് ദ റിവോൾട്ട്. സോ ഇതും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, ഏതൊക്കെ റീജിയനിൽ ഏതൊക്കെ ബ്രിട്ടീഷ് കമാൻഡേഴ്സ് ആണ് ഈ ഒരു റിവോൾട്ട് സപ്രസ് ചെയ്യാൻ ശ്രമിച്ചതെന്നുള്ളത്. ആൻഡ് ദീസ് ഇന്ത്യൻ ലീഡേഴ്സ് ആർ ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. ഇനി നമ്മൾ ഈ റിവോൾട്ട് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചേഞ്ചസ് ഉണ്ടായെന്നുള്ളതാണ്. ഓഫ് കോഴ്സ് ഇന്ത്യൻ സൈഡ് പരാജയപ്പെട്ടു. ഈ ഒരു റിവോൾട്ടിൽ ഇന്ത്യക്കാരൊരു പരാജയമായിരുന്നു ഡ്യൂ ടു വെറൈറ്റി ഓഫ് റീസൺസ്. ഒരു യൂണിറ്റി ഇല്ലാതിരുന്നതും, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോട് അവരുടെ കയ്യിൽ എന്താണ് നല്ല റിസോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അതിന് അഗെയിൻസ്റ്റ് നിൽക്കാൻ പറ്റാതിരുന്നതും, അങ്ങനെ ഒരുപാട് റീസൺസ് ഈ റിവോൾട്ടിന്റെ ഫെയിലിയറിന് കാരണമാവുന്നുണ്ട്. ഹവർ ആഫ്റ്റർ ദ റിവോൾട്ട് ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഈ പറയുന്ന ബ്രിട്ടീഷേഴ്സ് പാസ്സാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇനി മുതൽ ഇന്ത്യ റൂൾ ചെയ്യുന്നത് ബ്രിട്ടീഷ് ക്രൗൺ ഡയറക്റ്റ് ആയിരിക്കും, ബ്രിട്ടീഷ് ക്യൂൻ ഡയറക്റ്റ് ആയിരിക്കും ഇന്ത്യ ഭരിക്കുന്നുണ്ടാവുക. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂൾ എന്ത് ചെയ്തു? അബോളിഷ് ചെയ്തു. സോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂൾ അബോളിഷ് ചെയ്ത് ഒരു ക്യൂൻസ് പ്രൊക്ലമേഷൻ നടത്തി. അത് പ്രകാരം ഇനി ബ്രിട്ടീഷ് ക്രൗൺ ഡയറക്റ്റ് ആയിരിക്കും ഇന്ത്യ റൂൾ ചെയ്യുന്നുണ്ടാവുക, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരിക്കില്ല. അത് മാത്രമല്ല, ഇത്രയും നാള് ഗവർണർ ജനറൽ എന്നറിയപ്പെട്ടിരുന്ന പൊസിഷൻ ഇനി മുതൽ വൈസ്രോയ് എന്നാണ് അറിയപ്പെടുക. അതും കൂടാതെ സെക്രട്ടറി ഓഫ് ജനറൽ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൂടി ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858ന്റെ ഭാഗമായിട്ട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൂടി നിർമ്മിക്കപ്പെട്ടു. അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു 15 മെമ്പറിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലും കൂടി എന്തുണ്ടായിരുന്നു? ഈ ഒരു നിയമപ്രകാരം
സ്ഥാപിച്ചെടുത്തു എന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് ഈ നിയമപ്രകാരം വന്ന പ്രധാന ചേഞ്ചസ്. ഏത് നിയമപ്രകാരമാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഓക്കെ, സോ ഇവിടെ റീസൺസ് ഫോർ ഫെയിലർ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് റീസൺസ് ഫോർ ഫെയിലർ? ലിമിറ്റഡ് ടെറിട്ടോറിയൽ ആൻഡ് സോഷ്യൽ ബേസ്, ലാക്ക് ഓഫ് കോർഡിനേഷൻ. ലിമിറ്റഡ് ടെറിട്ടോറിയൽ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവ്മെന്റ്, ഈ 1857 റിവോൾട്ട് വാസ് ലാർജ്ലി കൺഫൈൻഡ് ഇൻ നോർത്തേൺ ഇന്ത്യ. ദർ വാസ് നോ ലാർജ് പാർട്ടിസിപ്പേഷൻ ഫ്രം സൗത്ത് ഇന്ത്യ, ഈസ്റ്റ് ഇന്ത്യ, വെസ്റ്റ് ഇന്ത്യ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊന്നും ലാർജ് പാർട്ടിസിപ്പേഷൻ ഇല്ല. പ്രധാനമായിട്ട് ഇറ്റ് വാസ് റെസ്ട്രിക്റ്റഡ് ടു നോർത്ത് ഇന്ത്യ ഓൺലി. സോ അതൊരു ടെറിട്ടോറിയൽ റെസ്ട്രിക്ഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് മാത്രല്ല, ലാക്ക് ഓഫ് കോർഡിനേഷൻ, ഒരു നല്ല ലീഡർഷിപ്പിന്റെ അഭാവം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഈ ഒരു ഉള്ളത് കൊണ്ടാണ് ഈ റിവോൾട്ട് പരാജയപ്പെട്ടത്. ഇനി നമ്മൾ നോക്കുമ്പം ഈ ഒരു റിവോൾട്ടിനെ, ഈ 1857 റിവോൾട്ടിനെ നമ്മൾ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിളിക്കുന്നതായിട്ട് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു റിവോൾട്ടിനെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ച വ്യക്തി VD സവർക്കർ ആണ്. VD സവർക്കർ. അതുകൂടാതെ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു സന്യാസി റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നെന്ന്. ആ ബുക്കാണ് ആനന്ദ് മഡ് റിട്ടൺ ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി. അപ്പോൾ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാ എന്താണ് ഈ ആനന്ദ് മഡിന്റെ നമ്മുടെ ഇന്ത്യൻ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് ആനന്ദ് മഡിന്റെ റിലേഷൻ? ഓക്കെ, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞു. ബിക്കോസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സന്യാസി റിവോൾട്ട് നമുക്ക് ആനന്ദ് മഡ് റിട്ടൺ ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് വാട്ട് ഈസ് ദ റിലേഷൻ ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ പൊളിറ്റി? ഓക്കെ, ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ എന്താണ് ഇതിന്റെ റിലേഷൻ എന്ന് നിങ്ങളൊന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ കോംപ്രിഹെൻസീവ് ആയിട്ട് 1857 റിവോൾട്ട് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നോട്ട്സും മൈൻഡ് മാപ്സും. ഇപ്പൊ ഇതൊരു റിവിഷൻ ബാച്ച് ആയതുകൊണ്ട് നമ്മൾ വളരെ ബ്രീഫ്ലി നമ്മൾ പറഞ്ഞത് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ 1857 റിവോൾട്ടും എല്ലാ ടോപ്പിക്സും എടുക്കുന്നതാണ്. സോ ഡു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് us. നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം. ബൈ ബൈ.